എൻ്റെ മരുമകൻ്റെ ഭാര്യ രശ്മി പ്രസവത്തിന് വേണ്ടിയിട്ട് മോഹന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം മുതലേ അവിടുത്തെ ട്രീറ്റ്മെൻറ്റാണ്. ആദ്യം ഇങ്ങനെ പ്രസവിച്ചിട്ടുണ്ട്. രശ്മി പ്രസവിച്ചു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കുട്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഉടനെ പരിഹാരത്തെത്തിക്കണം, വെന്റിലേറ്ററിൻ്റെ സൗകര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വെന്റിലേറ്ററിലാക്കണം എന്ന് പറഞ്ഞു. വെന്റിലേറ്ററിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഡോക്ടർ തന്നെ, അവിടുത്തെ ഒരു കുട്ടികളെ ഡോക്ടർ വിനീത് തോന്നുന്നു പേര്, ശരിക്കറിയില്ല, വിനോദ് എന്നാണ് തോന്നുന്നത്, എനിക്ക് പേര് ശരിക്കറിയില്ല. ആ ഡോക്ടർ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി. ആ ഡോക്ടർ കുട്ടിയുടെ ബാക്കിലിരുന്നു. ആ സമയത്ത് കുട്ടിയുടെ അച്ഛൻ്റെ അനുജൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അനുജൻ ബാക്കിൽ കയറാൻ നോക്കിയപ്പോൾ പറഞ്ഞു നിങ്ങൾ മുന്നിൽ കയറിയാൽ മതി. ബാക്കിൽ ഒരു നേഴ്സും ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്, അറിയില്ല. അപ്പോൾ ആ സമയത്തും ഓക്സിജനോട് കൂടിയുള്ള ഇതാണെന്ന് പറഞ്ഞു എന്നല്ലാതെ ട്യൂബ് ഇട്ടിട്ട് ഓക്സിജനൊന്നും കൊടുത്തില്ല. അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ആ സമയത്ത് ഓക്സിജൻ കിട്ടാതെ കൊണ്ടാണ് കുട്ടിക്ക് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. കുട്ടിയുടെ ബ്രെയിൻ കംപ്ലീറ്റ് ഇതായി. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓക്സിജൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നെന്ന് പരിഹാരത്തിൻ്റെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ നേരിട്ടല്ലാതെ ഇവരെ പറഞ്ഞു തന്നത്. പിന്നീട് അതും ഒരു ഒന്നുമല്ലാത്ത രീതിയിൽ പറയാനുണ്ടായത്. ഈ പരിഹാരത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 3/4 മണിക്കൂറോളം താമസിച്ചു. അതാണ് കുട്ടിക്ക് ഉണ്ടായ പ്രോബ്ലം എന്നാണ് പറയപ്പെടുന്നത്. നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഇത്രയും ലേറ്റായ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആ 55 ദിവസത്തിന് ശേഷം കുട്ടി ഇന്നലെ മരിച്ചു. ഇന്ന് ആ അടക്കം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഡോക്ടറുടെ ഒരു പിഴവ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നത് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു? അതുകൊണ്ടല്ലേ അവര് പൈസ മേടിക്കാണ്ട് അതിനുശേഷം ഡോക്ടറെ കാണാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അധികൃതമായിട്ട് ബന്ധപ്പെട്ടില്ല? കുട്ടി മരിച്ചതിന് ശേഷം അവരുടെ ഭാഗത്ത് ആ ഹോസ്പിറ്റലും അവരോ നിങ്ങളെ ബന്ധപ്പെടുകയാണ്? ഇതിനുശേഷം പരിഹാരത്തെ പോയതിനു ശേഷം നിങ്ങളെ ബന്ധപ്പെടാനൊന്നും മൂന്ന് ഹോസ്പിറ്റലിൽ അവർ തയ്യാറായിട്ടില്ല? ഷാൻബാഗോ പ്രവീൺ ഡോക്ടർ ആരും തയ്യാറായിട്ടില്ല? ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു അനുകൂലമായ നിലപാടില്ല എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? പറയാലോ, നിങ്ങൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാലോ. പോലീസ് വന്നില്ല മെഡിക്കൽ കോളേജിൽ? രാവിലെ പോയിട്ടാണ് കാണിക്കാൻ പോയത്. ഡോക്ടർമാർ പറഞ്ഞു പിന്നെ ഇന്ന് അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അപ്പൊ 23-ന് നാളെ ഉണ്ടാവുമല്ലോ, ഡെലിവറി നാളെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോ 23-ന് പൊലച്ചക്ക് ലേബർ റൂമിൽ ഈ പ്രസവത്തിന്റെ വേദന വന്നിട്ട് പിന്നെ ലേബർ റൂമിൽ കയറ്റിയതാണ്. അപ്പോ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 3:30-ക്കാണ് പ്രസവിക്കുന്നത്, 3:25. അപ്പൊ അത്രയും സമയം എന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല. പൊലച്ചക്ക് 3:30-ക്ക് കയറ്റിയിട്ട് പിറ്റേന്ന് വൈകുന്നേരം 3:30-ക്കാണ് പ്രസവം ആയെന്ന് പറഞ്ഞു. അപ്പൊ പെൺകുട്ടിയാണെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. പിന്നെ കാണിച്ചില്ല നമ്മളാ
പ്രസവിച്ചു പെൺകുട്ടിയാന്ന് പറഞ്ഞാൽ കാണിച്ചില്ല. 10 മിനിറ്റിന് ശേഷം എന്ന് പറയുന്നത് കുട്ടി കഴിഞ്ഞില്ല, ശ്വാസത്തിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്നെ പരിഹാരത്തേക്ക് ആംബുലൻസിൽ പിടിച്ചിട്ട് എത്തിച്ചിട്ടുണ്ട്. അത് ഇത്തിരി അടുത്തുള്ള ആശുപത്രി പയ്യന്നൂര് മറ്റു സഹകരണ ആശുപത്രിയിൽ ചെറിയ വെന്റിലേറ്ററും കാര്യങ്ങളും സൗകര്യമില്ല ഉണ്ട്. പക്ഷെ അവരവിടെ എത്തിക്കാൻ ഇത്തിരി ദൂരം ഈ റോഡ് വഴി എടുക്കുന്ന സമയത്ത് എങ്ങനെ എന്ത് ധൈര്യത്തിൽ അവർ കൊണ്ടുപോയതെന്ന് അറിയില്ല. ആംബുലൻസിലായാലും ഇത്ര ദൂരത്തിൽ കൊണ്ടുപോയി. അപ്പൊ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും ഇതാ പറയുന്നത് 3/4 മണിക്കൂർ കുട്ടിക്ക് ശ്വാസം കിട്ടിയില്ല എന്നുള്ളതാണ് പറയുന്നത്. 3/4 മണിക്കൂർ